ബൈക്കർമാരുടെ സ്വപ്നഭൂമിയായ ലഡാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് പരമാവധി ചുരുക്കി 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം ബേസിക് കാര്യങ്ങളൊക്കെ ഇന്ന് സ്പീഡിൽ പറഞ്ഞു പോവാണേ. അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് ദിവസങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റാത്ത സാധാരണക്കാരെ പോലെ തന്നെ ഞങ്ങൾക്കും സമയക്കുറവ് ഉണ്ടായിരുന്നുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ബൈക്ക് വാടകയ്ക്ക് എടുത്താണ് ഞങ്ങളുടെ യാത്ര. കൊച്ചി ടു ഡൽഹി ഫ്ലൈറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് കുറഞ്ഞ താരിഫിൽ കിട്ടി. ഡൽഹിയിലെ കരോൾ ബാഗിലുള്ള ടോണി ബൈക്ക് സെൻറ്ററിൽ നിന്നാണ് ഞങ്ങൾ ബൈക്ക് എടുക്കുന്നത്. കരോൾ ബാഗ് മുഴുവൻ ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ആക്റ്റീവും കിട്ടും, ഹാർലി ഡേവിഡ്സണും കിട്ടും വാടകയ്ക്ക്. ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 2 മണിയോടെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഒരു 300 കിലോമീറ്റർ ഓടി ചണ്ഡീഗഡിനടുത്തുള്ള രൂപ്നഗറിൽ എത്തി അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഡൽഹിയിൽ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 1.5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ നമ്മൾ ക്യാമറയൊന്നും ഓണാക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ രൂപ്നഗറിലൊരു പഞ്ചാബിക്കാരൻ്റെ ഹോട്ടലിലെത്തി. 600 രൂപയ്ക്ക് ഡീസൻറ്റ് റൂം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഹിന്ദി അറിയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഇംഗ്ലീഷൊക്കെ മടക്കി പോക്കറ്റിലുണ്ടാൽ മതി. അനുഭവം കൊണ്ട് പറയാം. സലീം ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിന്നത്. അല്ല, അവനില്ലായിരുന്നെങ്കിൽ ട്രിപ്പേ നടക്കില്ലായിരുന്നു. അത് വേറെ കാര്യം. അത് പറഞ്ഞില്ലല്ലോ, ഈ പോണ മുതലാണ് സലീം. ഞാൻ എവിടെ ലോങ് പോയാലും ഇവനും ഉണ്ടാവും പുറകിൽ, അല്ല മുമ്പിൽ. സത്യം പറഞ്ഞാൽ എന്നെയും കൂടി കൊണ്ടുപോകണം ഇവനാണ്. ബൈക്ക് ഭ്രാന്തനാ. 2 പേരും കാറ് യൂസ് ചെയ്യുമെങ്കിലും ഇത്രയും നാളായിട്ട് ഞങ്ങൾ കാറിൽ ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ട്രിപ്പ് തുടങ്ങി. മണാലിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നേരത്തെ ബോർഡ് കണ്ടല്ലോ അല്ലേ, 237 കിലോമീറ്റർ മണാലി. നമ്മൾ ഇന്നലെ ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് 300 കിലോമീറ്റർ ഓടി എത്തിയത്. പക്ഷേ ഇന്നത്തെ റോഡ് അത്ര വെടിപ്പൊന്നും ആവാൻ വഴിയില്ലാത്തതുകൊണ്ട് 260 കിലോമീറ്റർ 9 മണിക്കൂർ പ്ലാനിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മൊത്തം ട്രിപ്പിൻ്റെ ഏകദേശം റൂട്ട് മാപ്പ് ഞാൻ പറയാം. ഡൽഹി, ചണ്ഡീഗഡ്, അവിടുന്ന് കുളു വഴി മണാലി, പാങ്, ലഡാക്ക്, കാർഗിൽ, ശ്രീനഗർ, അവിടുന്ന് ജമ്മു, പിന്നെ അമൃത്സർ പോയി വാഗാ ബോർഡറും കഴിഞ്ഞ് പിന്നെ ലുധിയാന വഴി തിരിച്ച് ഡൽഹി. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളായ ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ഒക്കെ ഒരു 13 ദിവസം കൊണ്ട് ചുറ്റിയ ഒരു സൂപ്പർ ട്രിപ്പ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ റൂട്ടിൽ കാറുകളേക്കാൾ കൂടുതൽ ഓടുന്ന ട്രക്കുകളാണ്. ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും ഡേഞ്ചർ റൂട്ടായ കാർഗിൽ ശ്രീനഗർ റൂട്ടിലും മൊത്തം ട്രക്കുകളായിരുന്നു കൂടുതൽ. ഇതെല്ലാം കൂടി എവിടെ കൊണ്ടുപോകണം എന്തോ. നമ്മൾ സുന്ദർ നഗർ കഴിഞ്ഞു മാണ്ടിയിലേക്കുള്ള റോഡിലാണ്. ഇനിയാണ് കാഴ്ചയുടെ വസന്തം തുടങ്ങുന്നത്. ഇത്ര ദൂരം വന്ന ഹൈവേകളൊക്കെ നമ്മുടെ നാട്ടിലും, അല്ല നമ്മുടെ നാട്ടിലില്ല, തമിഴ്നാട്ടിലൊക്കെ പോയാൽ നല്ല റോഡൊക്കെ ഉണ്ടല്ലോ. ശരിക്കും മര്യാദയ്ക്കൊന്നും ബൈക്ക് ഓടിക്കണമെങ്കിൽ കേരളം വിട്ടു പോകണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ മണാലി, ലഡാക്ക് കാണാനാണല്ലോ. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് ഇതുവരെ ഓടി 500 കിലോമീറ്റർ കാഴ്ച വെറും 3.5 മിനിറ്റും കൊണ്ട് കൊള്ളിച്ചത്. പക്ഷേ ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താലേ കണ്ടാലേ നമുക്ക് മണാലി, ലഡാക്ക് കാഴ്ചകളും റോഡുകളൊക്കെ ഒരു ഐഡിയ കിട്ടും. കാരണം കളയാവുന്നിടത്തോളം ഞാൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിപ്പോൾ മാണ്ടിയിൽ നിന്ന് കുളുവിലേക്കുള്ള റോഡിലാണ്. ചുറ്റും നല്ല കുത്തനെയുള്ള പച്ച വിരിച്ച മലകളുടെ ഇടയിൽ കൂടെ പണിത റോഡ്. ഈ റൈറ്റ് സൈഡിലൂടെ ഒഴുകുന്നത് ബിയാസ് റിവറാണ്. ഈ പുഴയെ ക്രോസ് ചെയ്ത് കാണുന്ന ഈ തൂക്കുപാലം ഹനോഗി ഫുഡ് ബ്രിഡ്ജ്. അക്കരെ 2-3 അമ്പലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. പുഴയുടെ അപ്പുറത്തുള്ള അത്യാവശ്യം വലിയൊരു ടൗണാണ് ഹനോഗി. ഈ ബിയാസ് റിവർ അങ്ങ് ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി 470 കിലോമീറ്റർ ഒഴുകി അമൃത്സർ വഴി പാകിസ്ഥാനിലേക്കാണ് പോക്ക്. ഈ റോഡ് ഉണ്ടാക്കിയതെന്ന് ആലോചിച്ച് നോക്ക്. കുത്തനെ നിൽക്കുന്ന ഈ മലകളുടെയൊക്കെ ഇടയിൽ കൂടെ പാറ പൊട്ടിച്ച് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വഴിയല്ലേ ഇത്. അതും അത്യാവശ്യം വീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാറ പൊട്ടിച്ച് റോഡ് ഉണ്ടാക്കിയൊന്നുമല്ല വിസ്മയം. അടുത്ത വിസ്മയം ദാ കാണുന്നു. 2.8 കിലോമീറ്റർ നീളത്തിൽ മല തുറന്നുണ്ടാക്കിയ ഹൈവേ, ഓട്ട് ടണൽ, AUT. 2010 ഈ തുരങ്കം തുറന്നു കൊടുത്തത്. ഈ വെയിലത്ത് നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യമൊക്കെ ഒരു സുഖമാണ്. പക്ഷെ 3 കിലോമീറ്റർ ഇങ്ങനെ ഇതിനകത്തൂടെ പോകാൻ അത്ര സുഖമൊന്നുമില്ല. വണ്ടികളുടെ പുകയും എല്ലാം കൂടി ഒരു അസ്വസ്ഥയായിരിക്കും. പിന്നെ വീതി കുറവും 2 വേ ട്രാഫിക്കും കാരണം അത് അത്ര സേഫ് ആണെന്നും തോന്നിയില്ല.
സ്പീഡിൽ പോകാനും പറ്റില്ല. അപ്പോൾ ഇവിടെ റോഡിൻ്റെ വീതി കൂട്ടാനുള്ള പണികളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുളു കഴിഞ്ഞു. ഇനി മണാലിക്ക് ഒരു 40 കിലോമീറ്റർ കൂടി ഉണ്ടാവും ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും മണാലി, റൈറ്റ് പോയാലും മണാലി. ആഹാ, അടിപൊളി. ഇത് കുളുവിലെ രാംശില ഫ്ലൈ ഓവറാണ്. ഈ കുളുവിൽ ചെറിയൊരു എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടൗണിൽ കയറാതെ നാഷണൽ ഹൈവേ വഴിയാണ് വന്നത്. റിവർ ഡ്രിഫ്റ്റിങ്ങും ഒക്കെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുളു. പക്ഷേ സമയം ഒരു പ്രധാന വിഷയമായതുകൊണ്ട് ഇന്ന് നേരെ മണാലിയാണ് ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4 മണിയോടെ മണാലി എത്തി. അവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തുള്ളൊരു ചമാൻ ഹോട്ടലിൽ മുറിയെടുത്തു. 800 രൂപയ്ക്ക് അത്യാവശ്യം ഡീസൻ്റായ പച്ച പുതച്ച ഒരു പഴയ മരം കൊണ്ടുള്ളൊരു 3 നില കെട്ടിടം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. അതിനു മുമ്പ് ഇന്നലെ ഞങ്ങൾ റൂമിൽ ബാഗൊക്കെ വെച്ചൊന്ന് ഫ്രഷായി ടൗണ് കാണാനിറങ്ങി. സൂപ്പർ സ്ഥലം കേട്ടോ, നല്ല വൃത്തിയുള്ള ടൗൺ, ഒരു ചൈനീസ് ടച്ചൊക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം. വൈകുന്നേരം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളത് കൊണ്ട് അവിടുന്ന് ഓരോ സ്വെറ്ററൊക്കെ മേടിച്ച് അവിടുത്തെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓരോ ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ ഇന്നത്തേക്കുള്ള റോഡ് പെർമിഷനൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 50 രൂപയേ ഉള്ളൂ പെർമിറ്റിന്. നമുക്ക് തന്നെ ഓൺലൈനിൽ നിന്ന് എടുക്കാം. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ തണുപ്പിൻ്റെ അവസ്ഥ പിടികിട്ടി. കയ്യിലുള്ള ഗ്ലൗസ് കൊണ്ട് കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കി തണുപ്പിനെ ചെറുക്കാൻ ഓരോ ഗ്ലൗസും വാങ്ങിയിട്ടിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ കൈയൊക്കെ എന്നിട്ടും മരച്ച അവസ്ഥയായി. കണ്ടോ, വിരലൊന്നും മടക്കാനും പറ്റുന്നില്ല. ഒരു താളത്തിൽ ഇങ്ങനെ പോവാണ്. എൻ്റെ ജാക്കറ്റ് 3 ലെയർ ജാക്കറ്റായിരുന്നു. ഒരു കട്ടിയുള്ള ബോഡി ആർമർ ലെയറും അതിനകത്ത് റെയിൻ പ്രൂഫും അതിനകത്ത് തണുപ്പ് മാറ്റാൻ ഒരു ലെയറും. എന്നിട്ട് ആ ജാക്കറ്റിനകത്ത് ഇന്നലെ മേടിച്ച സ്വെറ്റർ കൂടി ഇട്ടിട്ടാണ് വരവ്. ഇപ്പോൾ മനസ്സിലായില്ലേ തണുപ്പിൻ്റെ ലെവല്. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. റോത്തങ് ടണൽ 8.8 കിലോമീറ്റർ, അതായത് 9 കിലോമീറ്ററോളം നീളത്തിൽ മല തുരന്ന് റോഡുണ്ടാക്കിയിരിക്കുക. ഇത് ഓപ്പൺ ആയിട്ടില്ല, 2019 ഓപ്പൺ ആവുന്നതാണ് പ്രഖ്യാപനം. ഈ വഴി തുറന്നാൽ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള വഴിയിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ലാഭിക്കാൻ പറ്റും. 50 കിലോമീറ്റർ വലിയ കാര്യമല്ല നമുക്ക് തോന്നും, പക്ഷേ 3 മണിക്കൂറെങ്കിലും പിടിക്കും ഈ 50 കിലോമീറ്റർ ഓടാനെന്ന് ഓർക്കുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. അതിന് പകരം 20 മിനിറ്റ് കൊണ്ട് ഓടിയെത്താം ഇതേ സ്ഥലത്തേക്ക്. പക്ഷേ ഈ തുരങ്കം തുറന്നാൽ ഈ കാണാൻ പോകുന്ന ഒരുപാട് കാഴ്ചകൾ മിസ്സാവും. 9 കിലോമീറ്റർ നമ്മൾ ഇരുട്ടിലൂടെ ഓടിച്ചു പോയി പെട്ടെന്ന് ലഡാക്ക് എത്താനല്ലല്ലോ പോണത്. 3 മണിക്കൂറോളം നമ്മൾ കാണാൻ പോണ കാഴ്ചകളൊക്കെ മിസ്സാവും. ഇനി അങ്ങോട്ട് കുറേ സ്ഥലം ആൾതാമസവും കടകളും ഒന്നുമില്ലാത്ത മലകളാണ്. ലഡാക്ക് വരെ മിക്കവാറും വഴിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. കുറേ വന്നു കഴിയുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ ഗ്രാമമോ എന്തെങ്കിലും കുറച്ച് കടയൊക്കെ ഉണ്ടാവും. എങ്കിലും ഇടയ്ക്ക് വഴിയിൽ എന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ വരാനൊന്നും ഒരു ആളുമില്ല. ടയറൊക്കെ മാറ്റണമെങ്കിൽ ഇതുപോലെ നമ്മൾ സ്വയം ചെയ്യണം. ഇതിനു മുമ്പ് ഇങ്ങനത്തെ വഴികളും മരങ്ങളൊക്കെ ഞാൻ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് നല്ല സൂപ്പർ സ്ഥലങ്ങളൊക്കെ. ഒരു നവംബറൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 സൈഡും മൊത്തം വെള്ള നിറമായിരിക്കും, മൊത്തം മഞ്ഞ്. പക്ഷെ മഞ്ഞ് വീഴ്ച തുടങ്ങിയാൽ ഈ റോഡ് അടയ്ക്കും കേട്ടോ. പിന്നെ ഒരു 6 മാസത്തോളം ഈ വഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് മണാലി വരെ വരാം, അത് സൂപ്പറായിരിക്കും. മഞ്ഞുകാലമാണ് നമ്മുടെ മണാലിയുടെ സീസൺ. ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഹണിമൂൺ ഡെസ്റ്റിനേഷനാണല്ലോ മണാലി. ഞങ്ങൾ ഈ ട്രിപ്പ് മൊത്തം ബൈക്കിൽ തന്നെ ആയതുകൊണ്ട് മണാലിയെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. അതിനായിട്ട് മാറ്റി വെക്കാൻ കയ്യിൽ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. മഞ്ഞുകാലത്ത് എന്തായാലും ഒന്ന് പോകണം മണാലിയിൽ. ഇന്ത്യയിൽ തന്നെ ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ മോശമല്ലേ.
വണ്ടി നിർത്തി. തണുത്തിട്ടായിരിക്കും, വേറെ ഒന്നുമല്ല. ഇപ്പം ഇങ്ങനെ താടിയെല്ലൊക്കെ വിറച്ചിട്ട് പല്ലൊക്കെ കൂട്ടിയിടിക്കുന്ന സീനായിരുന്നു. അതെ അതെ, കൈവിരലൊക്കെ അവിടെ തന്നെ ഇല്ലേന്ന് നോക്കുകയാണ് ഇതൊക്കെ. തൊട്ട് നോക്കിയാലൊന്നും അറിയുന്നില്ല, മൊത്തം മരച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ലഡാക്കിലേക്ക് പോകുന്നതിൻ്റെ ആ ചെക്ക് പോസ്റ്റ്. ഇന്നലെ നമ്മളെടുത്ത പെർമിഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ കാണിച്ചാലേ ഇവിടെ കടത്തി വിടുള്ളൂ. ഇവിടെ ഈ പെർമിഷൻ സിസ്റ്റം വെച്ചത് മെയിനായിട്ട് ബ്ലോക്ക് ഒഴിവാക്കാനായിട്ടാണ്. ഒരു ദിവസം 1000 വണ്ടികൾക്കേ ഉള്ളൂ പെർമിറ്റ്. റോഡും മോശമായതുകൊണ്ട് ടൂറിസ്റ്റ് സീസണിലൊക്കെ എല്ലാ വണ്ടികളും കൂടെ വന്ന് മലയുടെ മുകളിൽ മൊത്തം ബ്ലോക്ക് ആവാതിരിക്കാനാണ് ഈ പെർമിഷൻ സിസ്റ്റം. ഇന്നത്തേക്കുള്ള പെർമിഷൻ ഇന്നലെ തന്നെ എടുത്തു വെക്കണം. ഇവിടെയൊക്കെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചാൽ അതിനർത്ഥം കയറി പൊക്കോളാനാണ്. കേരളത്തിൽ നിന്ന് വന്ന നമുക്കിതൊന്നും അറിയില്ലല്ലോ. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് സൈഡിലേക്ക് തിരിയാനായിരിക്കും എന്ന് ഓർത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാതിരിക്കും. കണ്ടോ, ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചിട്ടും സലീം കയറി പോകണില്ല. ഗ്ലാസ് അടച്ചിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഹാൻഡ് സിഗ്നലൊന്നും തരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിഗ്നൽ സിസ്റ്റം. മൊത്തത്തിൽ ഈ ഒരു സ്ഥലം കണ്ടാലേ അറിയാം മുകളിൽ നിന്ന് എപ്പോൾ വേണേലും കല്ലൊക്കെ ഉരുണ്ട് വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. റോഡിന് മൊത്തത്തിൽ വീതിയും കുറവാണ്. അതിൻ്റെ ഇടയിൽ മുകളിൽ നിന്ന് വല്ല പാറയും വന്ന് റോഡിൽ വീണാൽ പിന്നെ മൊത്തത്തിൽ ബ്ലോക്കായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ഒരു ലോറി വന്ന കാറിനൊക്കെ അങ്ങോട്ട് പോകാൻ കഷ്ടപ്പാടായിരിക്കും. ലോറികൾക്കാണ് ഈ വഴിയിൽ യാതൊരു കുറവുമില്ല. പിന്നെ നമ്മൾ മണാലിയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഫുൾ ടാങ്കും പിന്നെ ഒരു കന്നാസിൽ 5 ലിറ്ററും വാങ്ങി വെച്ചു. എന്താ വണ്ടിയുടെ ബാക്കിൽ കണ്ടില്ലേ, ഈ കരിയറൊക്കെ ഫിറ്റ് ചെയ്തിട്ടാട്ടോ അവർ വണ്ടി തന്നെ. അതുപോലെ ആക്സിലേറ്റർ കേബിള്, ക്ലച്ച് കേബിള് ഒക്കെ എക്സ്ട്രാ തരും. ലഡാക്ക് എത്തുമ്പോൾ ഓയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞ് എൻജിൻ ഓയിൽ തന്നിട്ടാണ് അവർ വിടുന്നത്. നമ്മൾ ഏതെങ്കിലും ലോക്കൽ ഓയിൽ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വണ്ടിയൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ച് തിരിച്ച് ഡൽഹി വരുന്നത് വരെ വണ്ടിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഈ ഒരു ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തന്നെ ഇട്ട് കുറേ ദൂരം പോയപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ഫ്യൂസ് ഒന്ന് പോയായിരുന്നു. അത് മാറ്റിയപ്പോൾ തന്നെ യാത്രയും തുടങ്ങി. അല്ലാതെ വണ്ടി കാരണം ഒരു 5 മിനിറ്റ് പോലും എവിടെയും പോസ്റ്റ് കിട്ടിയിട്ടില്ല. ഇനി കുറേ അങ്ങോട്ട് റോഡൊക്കെ മോശമാണ്. ചില സ്ഥലത്ത് റോഡേ ഇല്ല. ഞങ്ങളുടെ ഈ യാത്ര ഒക്ടോബർ പകുതിയോടുകൂടിയാണ്. ഈ മാസത്തോടെ ഈ റോഡ് ക്ലോസ് ചെയ്താൽ പിന്നെ അടുത്ത ഒരു ഏപ്രിലോ മെയ്യോ ഒക്കെ ആയിട്ടാണ് തുറക്കുള്ളൂ. ഒക്ടോബർ ആയതുകൊണ്ട് പൊതുവേ പുഴകളിലും റോഡിലൊക്കെ വെള്ളം തീരെ കുറവാണ്. പക്ഷേ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെയാണ് യാത്രയെങ്കിൽ ട്രിപ്പ് ഒരു അഡ്വഞ്ചർ മൂഡായിരിക്കും. കാരണം പല സ്ഥലത്തും വെള്ളച്ചാട്ടങ്ങളും കാണാം. അതുപോലെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ ക്രോസ് ചെയ്ത് വേണം നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചൊക്കെ പോകാൻ. അങ്ങനെ ശക്തിയിൽ വെള്ളം ഒഴുകി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുമുണ്ട്. എല്ലാം ഇവർ അപ്പോൾ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പാലങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, എല്ലാം ഈ അഴിച്ചു മാറ്റാവുന്ന തരത്തിലുള്ള ഇരുമ്പിൻ്റെ മിലിറ്ററി പാലങ്ങളാണ്. പട്ടാളക്കാരൊക്കെ പാലം പണിയുന്ന 1-2 ദിവസങ്ങൾ കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പാലങ്ങളും റോഡും ഒക്കെ പണിയുന്ന മുഴുവൻ ബ്രോ ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ തന്നെ അണ്ടറിലുള്ള ഒരു ടീമാണത്. പണികളൊക്കെ പെടപെടാന്ന് അവരെ സമ്മതിക്കണം. ഏത് കാലാവസ്ഥയായാലും നല്ല ക്വിക്ക് വർക്കാണ്. ഇപ്പോൾ സമയം 7:50 പതുക്കെ വെയിലൊക്കെ അടിച്ചു തുടങ്ങി. പക്ഷെ തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ. എന്നാലും ആ വെയിൽ കാണുമ്പോൾ തന്നെ ഒരു സുഖം. രാവിലെ 5:30 മണാലി റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. വെറും 40 കിലോമീറ്ററാണ് ഈ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഓടിയത്. വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സുഖം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല സാറേ. അവൻ കണ്ടോ വെയിൽ കായ. സൂര്യനെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാ കുറച്ച് വെയിലുള്ളണമെന്ന്. നമ്മളിപ്പോൾ മർഹി എന്നൊരു ചെറിയ ഗ്രാമത്തിലെത്തി. ഒരു ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വഴി പോകുന്നവർക്കൊന്ന് ചായ കുടിക്കാൻ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം. ടൂറിസ്റ്റുകളാണ് ഇവരുടെ മെയിൻ വരുമാനം. ഈ 6 മാസം മാത്രം ഇവിടെ ജീവിക്കുന്നവർ, അത് കഴിഞ്ഞ് മലയിറങ്ങിപ്പോരും. അങ്ങനെ കുറച്ച് ചായക്കടകളും ധാബയൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആശ്വാസമാണ്. ഈ ധാബ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ റെസ്റ്റോറൻറ്റുകൾക്കാണ് ധാബ എന്ന് പറയുന്നത്. എന്തായാലും ഈ പേര് കണ്ടിട്ട് കൊള്ളാം, രാജ് ധാബ. ഓരോ ചിക്കൻ സൂപ്പും ആലു പൊറോത്തയും അകത്താക്കിയിട്ട് ബാക്കി യാത്ര തുടങ്ങാം.